മാളയിലെ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതികളിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്ത നടപടിയിൽ വിവാദം പുകയുന്നു. CPM CPI വിമർശനങ്ങൾക്ക് പുറമെ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗവും പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെ രംഗത്തെത്തി. ഒപ്പം ജനുവരി 9-ന് LDF പ്രതിഷേധ വിശദീകരണ യോഗം സംഘടിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. മാളയിലെ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതികളിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്ത നടപടിയിൽ കോൺഗ്രസ് അംഗങ്ങൾ BJPയുമായി നടത്തിയ വോട്ട് കൈമാറ്റത്തിൽ വിവാദം പടരുകയാണ്. കൂട്ടുകെട്ടിനെതിരെ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം രംഗത്തെത്തി. BJP, SDPI എന്നീ വർഗീയ പ്രസ്ഥാനങ്ങളുമായോ CPMുമായോ ഒരു ബന്ധവും പാടില്ലെന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിൽ നിന്നുള്ള വ്യതിചലനമാണ് ഉണ്ടായതെന്ന് നേതാക്കൾ മാളയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മാള പഞ്ചായത്തിൽ സ്ഥിരം സമിതികളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വ്യാപകമായ രീതിയിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് രൂപാന്തരപ്പെട്ടു. കോൺഗ്രസ് BJPയുമായിട്ട് കൂട്ടിച്ചേർന്നു എന്നുള്ളൊരു വിവാദം ഇപ്പോൾ മാളയിൽ കത്തിപ്പടരുകയാണ്. അതിൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിന്ന് വിളിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മാള പഞ്ചായത്തിൽ കോൺഗ്രസിന് ഒരിക്കലും ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. മാളയിലെ ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കൊടുത്തിട്ടില്ല. ഇല്ലാത്ത ഭൂരിപക്ഷം അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ BJPയുമായിട്ട് കൂട്ടുപിടിച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുത്ത്, കൃത്രിമ ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുത്ത് സ്ഥാനങ്ങൾ തട്ടിയെടുക്കാനുള്ള മാളയിലെ ചില കോൺഗ്രസ്സുകാരുടെ തീവ്രമായൊരു ശ്രമം, ആ ശ്രമം ഒരു വിധത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. ഒരു വിധത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകരും അത് സമ്മതിച്ചു കൊടുക്കുകയില്ല. ഞങ്ങൾക്കതിൽ അതിയായ പ്രതിഷേധവുമുണ്ട്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പുകളിൽ BJP, SDPI തുടങ്ങിയ വർഗീയ കക്ഷികളുമായോ മുഖ്യ ശത്രുവായ CPIയുമായോ യാതൊരു വിധത്തിലുള്ള ഒരു കൂട്ടുകെട്ടുകളോ ബന്ധങ്ങളോ പാടില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്, നിലപാടാണ്. അത് വ്യക്തമായ രീതിയിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സർക്കുലറിലൂടെ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. പക്ഷേ ആ നിർദ്ദേശങ്ങളും ആ നിലപാടുകളും കാറ്റിപ്പറത്തിക്കൊണ്ട് മാളയിലെ ചില ഇപ്പോൾ ഈ അടുത്തിടെ കോൺഗ്രസിലേക്ക് വലിഞ്ഞു കയറി വന്നിട്ടുള്ള ചില അൽപായുസുകളായിട്ടുള്ള ചില ആളുകൾ കൂട്ടിയുണ്ടാക്കിയ ഒരു അവിശുദ്ധമായ കൂട്ടുകെട്ടും ഒരു ഗൂഢാലോചനയുമാണ് കോൺഗ്രസിൻ്റെ മുഖം വികൃതമാക്കാൻ ഇന്ന് മാളയിൽ ഉണ്ടായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ്. പക്ഷേ ഇത് മറ്റത്തൂർ മോഡൽ എന്ന CPM ആക്ഷേപത്തിൽ കഴമ്പില്ല എന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. ഞാൻ DCC ജനറൽ സെക്രട്ടറിയാണ്. ഇത് DCC അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഡീഡല്ല. CPM ആരോപിക്കുന്നത് പോലെ ഇത് ഒരു മറ്റത്തൂർ മോഡലുമല്ല. ഇത് മാളയിലെ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, മാളയിലെ ചില കോൺഗ്രസ്സുകാരുണ്ടാക്കിയെടുക്കുന്ന ചില ഗൂഢാലോചന, ആ ഗൂഢാലോചനയുടെ ഫലമായെടുത്തുണ്ടാക്കിയ നിർണയം, DCCയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അടിച്ചെടുത്ത സ്ഥാനാർത്ഥി നിർണയവും, തെരഞ്ഞെടുപ്പ് സമയത്ത് വേണ്ടാത്ത രീതിയിലെടുത്ത കൂട്ടുകെട്ടുകളും കനത്ത പരാജയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ മാളയിൽ വരുത്തിവെച്ചത്. നാണക്കേടായിപ്പോയി അത്. കോൺഗ്രസിൽ നുഴഞ്ഞുകയറിയ ചില സംഘങ്ങൾ ചേർന്നുള്ള കച്ചവട താൽപ്പര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് DCC ജനറൽ സെക്രട്ടറി A. അഷഫ്, ജോയ് ചാക്കോള, ജോമോൻ താഴത്തുപുറം, ബിനോയ് അദിയാരത്ത് എന്നിവർ ആവശ്യപ്പെട്ടു. അതേസമയം മറ്റത്തൂർ മാതൃകയിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ട് എന്നുറപ്പിക്കുകയാണ് CPM. മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനും വർഗീയതയെ അകറ്റി നിർത്തുന്നതിനുമായി മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ അവിശുദ്ധ സഖ്യത്തിനെതിരെ അണിനിരക്കണമെന്ന് CPM വാർത്താക്കുറിപ്പിലൂടെ ആഹ്വാനം ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 1 ഡസനോളം വാർഡുകളിൽ BJP കോൺഗ്രസ് രഹസ്യധാരണ ഉണ്ടായിരുന്നുവെന്നും CPM പറയുന്നു. ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്ന ഈ നീക്കത്തിനെതിരെ ജനുവരി 9-ന് മാള ടൗണിൽ LDF പ്രതിഷേധ വിശദീകരണ യോഗവും ജനുവരി 14-ന് രാവിലെ മാള പഞ്ചായത്ത് ഓഫീസിലേക്ക് LDF മാർച്ചും സംഘടിപ്പിക്കുമെന്നും CPIM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. മീഡിയ ടൈം, മാള.